നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ മുന്നണികളുടെ ചങ്കിടിപ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിത പ്രഖ്യാപനത്തോടെ പ്രചാരണത്തിന് 25 ദിവസം മാത്രം ലഭിക്കുന്നതിനാൽ മുന്നണികൾ ഒരുക്കങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. 4 മന്ത്രിമാരാണ് മത്സര രംഗത്തേക്ക് എത്തുന്നത്. മത്സരിക്കുന്ന 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് സിപിഐ പ്രഖ്യാപിച്ചത്. 2 ടേം വ്യവസ്ഥയിൽ മന്ത്രി കെ രാജന് ഇളവ് നൽകി. മറ്റ് 3 മന്ത്രിമാരും നിലവിലെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കും. തൃശൂരിൽ സിറ്റിംഗ് MLA പി ബാലചന്ദ്രനു പകരം കവിയും യുവ കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ET ടൈസനാണ് പറവൂരിൽ നേരിടുക. നിലവിൽ കയ്പമംഗലം MLA ആണ്. മന്ത്രിമാരിൽ കെ രാജൻ ഒല്ലൂരിലും GR അനിൽ നെടുമങ്ങാട്ടും ജനവിധി തേടുമ്പോൾ ജെ ചിഞ്ചുറാണി ചടയമംഗലം മണ്ഡലത്തിലും പി പ്രസാദ് ചേർത്തലയിലും മത്സരിക്കും. സിറ്റിംഗ് MLA മാരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടക്കം 8 പേരാണ് മാറിയത്. E ചന്ദ്രശേഖർ, EK വിജയൻ, പി ബാലചന്ദ്രൻ, CC മുകുന്ദൻ, CK ആശ, പി സുപാൽ, GS ജയലാൽ എന്നിവരാണ് മറ്റുള്ളവർ. 2 സ്ത്രീകൾ വേണമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ വൈക്കത്തു നിന്ന് CK ആശ മാറിയപ്പോൾ നാദാപുരത്ത് പി വസന്തത്തെ സ്ഥാനാർത്ഥിയാക്കി. മഞ്ചേരിയിൽ CPI സ്വതന്ത്ര സ്ഥാനാർത്ഥി M മുസ്തഫ മത്സരിക്കും. സംസ്ഥാനത്ത് ഒറ്റഘട്ടമായി ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുമെന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായാണ് ഇത്രയും കുറഞ്ഞ ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 25-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. നിശബ്ദ പ്രചാരണമടക്കമുള്ള ദിവസങ്ങളാണിത്. സ്ഥാനാർത്ഥി നിർണയവും ഏകദേശം പൂർത്തിയായതിന്റെ ആശ്വാസം LDF-നുണ്ട്. CPI ആണ് ആദ്യമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഇന്ന് തന്നെ പുറത്തുവരും. ശക്തമായ സാന്നിധ്യമാകുമെന്ന് പ്രഖ്യാപിച്ച് NDA പട്ടിക നാളെ പുറത്തുവരും. ഇനിയും പൂർണ്ണത വരാത്ത സ്ഥാനാർത്ഥി പട്ടിക UDF-ന് തലവേദനയാകും. വെറും 3 ആഴ്ച മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നണികൾക്ക് മുന്നിലുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണ മുന്നൊരുക്കങ്ങളുമായി ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ കൃത്യമായി 2 ആഴ്ച മാത്രമാണ് പ്രചാരണത്തിനായി ലഭിക്കുക. ഭവന സന്ദർശനമടക്കം നിരവധി പ്രചാരണ മാർഗങ്ങളിൽ നിന്ന് മാറി നേരിട്ടുള്ള കാടിളക്കി പ്രചാരണത്തിലേക്ക് മുന്നണികൾ അതിവേഗം കടക്കുമെന്നത് തന്നെയാകും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ കൂടി പരിഗണിച്ചാണ് ഏപ്രിൽ 2-ാം വാരത്തിൽ തന്നെ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലെ LDF സർക്കാരിന്റെ കാലാവധി മെയ് 23-ന് അവസാനിക്കാനിരിക്കെയാണ് ഈ തിരഞ്ഞെടുപ്പ്. പശ്ചിമേഷ്യൻ യുദ്ധവും അന്താരാഷ്ട്ര തലത്തിലെ മാറ്റങ്ങളും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാകും. LDF-ഉം UDF-ഉം തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിനൊപ്പം NDA-യുടെ സാന്നിധ്യവും ഇത്തവണ ശക്തമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.